കേരളത്തിൽ തുടർഭരണം വരണമെന്ന നിലപാട് പറഞ്ഞ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷമാണ് നിലവിൽ അവൈലബിൾ ബെസ്റ്റ് എന്ന് ബി ഉണ്ണികൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ്സിൽ പ്രതികരിച്ചു. 10 വർഷം കൊണ്ട് മടുപ്പ് വരാൻ അസംതൃപ്ത ഗാർഹിക ബന്ധമല്ല ഇത്, അത്തരം വാദങ്ങൾ അരാഷ്ട്രീയമാണ് എന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു. കേരളത്തിൻ്റെ സാമൂഹിക ഘടന നിലനിൽക്കാൻ ഇടതുപക്ഷം വരണം. കേരളം രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം പ്രമേയമായ സിനിമ പ്രതിച്ഛായ റിലീസ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയുടെ പ്രൊമോഷൻസ് തിരക്കിലാണ്. മറ്റന്നാൾ സിനിമ ഇറങ്ങുകയാണല്ലേ? അതെ, മറ്റന്നാൾ സിനിമ ഇറങ്ങുകയാണ്. പ്രതിച്ഛായ വളരെ ജനകീയരായിട്ടുള്ള നേതാക്കൾ, അവർക്കൊരു സ്വകാര്യ ജീവിതമുണ്ട്. നമ്മളിപ്പോൾ ഒരു വലിയ സ്കാൻഡലിലോ അലിഗേഷനിലോ പെട്ട് കഴിഞ്ഞാൽ അന്ന് രാത്രി നമ്മളെങ്ങനെ നമ്മുടെ പാർട്ട്ണറെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത്തരം ചില ചോദ്യങ്ങളിലേക്കാണ് ഈ സിനിമ പോകുന്നത്. പിണറായി വിജയനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ബി ഉണ്ണികൃഷ്ണൻ. വേണ്ട, എന്റെ ചോദ്യം അതായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണോ എന്നായിരുന്നു ചോദ്യം. കാരണം 2 ടൈം മുഖ്യമന്ത്രി ആയിരുന്ന 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളെന്ന് പറയുന്നത്, ഈ 10 വർഷം കഴിഞ്ഞിട്ട് ഒരു മടുപ്പുണ്ടാകുക എന്ന് പറയുന്നത് അസംതൃപ്തി നിറഞ്ഞ ഗാർഹിക ബന്ധമൊന്നും അല്ലല്ലോ, ഇതൊരു രാഷ്ട്രീയ വ്യവഹാരമല്ലേ. രണ്ടാമത്, പിണറായി വിജയനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് അത് കേവലം ഒരു വ്യക്തിപരമായ ഇഷ്ടം മാത്രമല്ലല്ലോ. മുടിയും നഖവും ബോഡി വേസ്റ്റാണ് എന്ന് കേരളത്തിൽ പറഞ്ഞ ഒരാൾ പിണറായി വിജയനാണ്. വേറെ ആരും പറയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഏറ്റവും കുറച്ച് മാധ്യമ പരിലാളന കിട്ടിയിട്ടുള്ള ആൾ പിണറായി വിജയനാണ്. അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നൊരു വിധമുണ്ടല്ലോ, ഓഫീസും ആളുകളെയും ചെയ്യുന്നത്. അതായത് നിങ്ങളെ നന്നായി കേൾക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ അദ്ദേഹം കുറിച്ചെടുക്കും. നടക്കാവുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് പറയും, നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയും. ഇത്തരം ട്രേറ്റുകളൊക്കെ പല രാഷ്ട്രീയക്കാർക്കും ഇല്ലാത്തതാണ്. ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അവൈലബിൾ ബെസ്റ്റിനോടൊപ്പം നിൽക്കുക എന്നുള്ളതേ നമുക്ക് പറ്റുള്ളൂ. അവൈലബിൾ ബെസ്റ്റിനോടൊപ്പം അവൈലബിൾ ബെസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ലെഫ്റ്റും സെക്യുലറുമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പൊസിഷനാണ്. കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് നിലനിൽക്കണമെങ്കിൽ ഈ ലെഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ വളരെ ശക്തമായിട്ട് നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉമ്മൻചാണ്ടിയെ പോലെ ഇത്രയും ജനകീയനായ, ആളുകൾ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരാൾ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അവസാന കാലം എന്ന് പറഞ്ഞുകൂടെ, അതിന് തൊട്ട് മുൻപ് ഏറ്റവും മോശം പ്രതിച്ഛായയിലേക്ക് പോയൊരു അവസരം കൂടി ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഈ കഥയുടെ ഭാഗമായി വരുന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ രാഷ്ട്രീയമായിട്ട് ശക്തമായി എതിർത്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു അനീതിക്ക് പാത്രീഭവിക്കേണ്ട ആളാണ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അടുത്ത കാലത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു നിർമ്മിതി ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ സൈബർ സ്പേസിലാണല്ലോ നടന്നത്. കൂടുതൽ തിരഞ്ഞെടുപ്പുകൾ ഈ സൈബർ സ്പേസിലേക്ക് മാറുന്നൊരു സംഗതിയിൽ പ്രതീതിയും പ്രതിച്ഛായയും കാര്യങ്ങൾ തീരുമാനിക്കുക, ഒരു രാഷ്ട്രീയ അജണ്ട നിർണ്ണയിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഒരു വിഷയമാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ പ്രതിച്ഛായയ്ക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും. ഗംഭീരാവട്ടെ.